നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 257 257. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ഭാഗം 257. ഇന്ന് 17-ാം അധ്യായമാണ് തുടങ്ങേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 17-ാം അധ്യായം. മൈത്രേയ ഉവാച. നിശമ്യ ആത്മഭുവാ ഗീതം കാരണം ശങ്കയോദ്ധിത തതഃ സർവേ ന്യവർത്തന്ത ത്രിദിവായാദിവൗകസാം. ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ ആത്മാവിൽ നിന്നുണ്ടായ ദേവനാൽ പറയപ്പെട്ട കാരണത്തെ കേട്ടിട്ട് സംശയത്താൽ ഉപേക്ഷിക്കപ്പെട്ട ദേവന്മാരെല്ലാം അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് മടങ്ങി. 17-ാം അധ്യായത്തിൽ ആ അസുരന്മാരുടെ ജന്മവും ഹിരണ്യാക്ഷൻ്റെ പ്രഭാവവും വർണ്ണിക്കുന്നു. മൈത്രേയ മഹർഷി പറഞ്ഞു. ആരോട് പറഞ്ഞു? വിതുരരോട് പറഞ്ഞു. ആത്മാവായ ശ്രീനാരായണനിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മദേവൻ. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ സ്വർണ്ണലിപിയിൽ എഴുതി പഠിച്ച് ബൈഹാർട്ട് ചെയ്യണം. ആത്മാവായ ശ്രീനാരായണനിൽ നിന്ന് ഉത്ഭവിച്ച, എൻ്റെയും നിങ്ങളുടെയും ആത്മാവാണ് ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ദ്വൈതത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അദ്വൈത സിദ്ധാന്തം കൈവിടാൻ പാടുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മദേവൻ ദിതിഗർഭഗതമായ വീര്യത്തിൻ്റെ പ്രഭാവാധിക്യത്തിനുണ്ടായ കാരണം പറഞ്ഞതിനെ കേട്ടപ്പോൾ ശങ്ക തീർന്നവരായിട്ട് ദേവന്മാർ ബ്രഹ്മലോകത്തിൽ നിന്ന് സ്വർഗലോകത്തേക്ക് മടങ്ങി. ഇനി 2-ാമത്തെ ശ്ലോകം പറയണു. എന്താണത്? ദിതിസ്തു ഭർത്തുരാദേശാദപത്യപരിശങ്കിനി പൂർണേ വർഷശതേ സ്വാതി പുത്രോ പ്രസുഷുവേയമോ. അതായത് 100 വർഷം നീണ്ട ഗർഭം ധരിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വാക്കാർത്ഥം പറയണു. പതിവ്രതയായ ദിതിയാവട്ടെ ഭർത്താവിൻ്റെ ആദേശാത് കൽപ്പനഹേതുവായിട്ട് സന്താനങ്ങളെക്കുറിച്ച് സംശയിക്കുന്നവളായിട്ട് 100 വത്സരം തികഞ്ഞപ്പോൾ 2 പുത്രന്മാരെ ഒന്നായിട്ട് പ്രസവിച്ചു. ട്വിൻസ് അന്നുണ്ടായിട്ടുള്ളതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ട്വിൻസ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, സദാചാരയുക്തയായ ദിതി നിൻ്റെ പുത്രന്മാർ ലോകോപദ്രവകാരികളായി വരുമെന്ന് ഭർത്താവ് കൽപ്പിച്ചതു നിമിത്തമുണ്ടായ ശങ്കയാൽ ഗർഭത്തിൽ തന്നെ ധരിച്ചുകൊണ്ടിരുന്ന 2 പുത്രന്മാരെ 100 വർഷം തികഞ്ഞ സമയം ഒന്നായി പ്രസവിച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി 3. ഉത്പാദ ബഹവസ്തത്ര നിബേദുർജായമാനയോ ദിവിഭുവന്ത്യന്തരീക്ഷേ ച ലോകസ്യോരുഭയാവഹാ. ജനിക്കുമ്പോൾ ലോകത്തിന് മഹാഭയം ജനിപ്പിക്കുന്ന അനേകം ദുർലക്ഷണങ്ങൾ ആകാശത്തും ഭൂമിയിലും അന്തരീക്ഷത്തിലും അപ്പോൾ പതിച്ചു ഉണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ആ 2 പുത്രന്മാരുടെ ജനന സമയത്തിൽ ലോകത്തിന് മഹാഭയത്തെ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങൾ ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും കാണപ്പെട്ടു. അപ്പോൾ സംശയം ഉണ്ടാവും, ഈ ആകാശവും അന്തരീക്ഷവും കൂടി വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഭൂമിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളതിനെയാണ് അന്തരീക്ഷം എന്ന് പറയുള്ളൂ. അത് കഴിഞ്ഞാൽ
ആകാശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 4-ാമത്തെ ശ്ലോകം പറയണു, സഹാചലാംബുവേശ്ചേലുർദിശ സർവാ പ്രജ്വലോ സോൽകാഞ്ചാശയന പേതു കേതവശ്ചാർത്തിഹേതവാം. ഇതാണ് ശ്ലോകം. അതിനർത്ഥം പറയണത്, ഭൂഖണ്ഡങ്ങൾ പർവ്വതങ്ങളോടുകൂടെ ചലിച്ചു, എല്ലാ ദിക്കുകളും പ്രകർഷേണ ജ്വലിച്ചു, ഇടികൾ തീയോടുകൂടെ പതിച്ചു, ദുഃഖത്തെ സൂചിപ്പിക്കുന്ന ധൂമകേതുക്കളും ഉണ്ടായി ആണ് വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇത് മുതൽ 11 ശ്ലോകങ്ങൾ കൊണ്ട് മുമ്പ് പറഞ്ഞ ദുർലക്ഷണങ്ങളുടെ സ്വരൂപങ്ങളെ വിവരിക്കുന്നു ഡീറ്റെയിലായിട്ട്. ഓരോ ഭാഗങ്ങൾ അവയിലുള്ള പർവ്വതങ്ങളോടുകൂടെ ഇളകി ദിക്കുകൾ മുഴുവൻ തീ തികത്തുന്ന മാതിരി പ്രഭകൾ കാണപ്പെട്ടു. ഇടുത്തി വീണു ദുഃഖത്തെ സൂചിപ്പിക്കുന്ന വാൽനക്ഷത്രങ്ങളുടെ ഉദയമുണ്ടായി. വാൽനക്ഷത്രങ്ങൾ ദുർദശേനെ കാണിക്കുന്നതാണ്. 5 വവോ വായുസുദുസ്പർശ ഫുത്കാരനിരയൻ മുഹു ഉന്മൂലയന്നഗപതീൻ വാത്യാനീഘോരജോധ്വജാം. കഠിന സ്പർശത്തോടുകൂടിയും ഫുൽക്കാരങ്ങളെ പിന്നെയും പുറപ്പെടുവിച്ചുകൊണ്ടും വലിയ മരങ്ങളെ വേരോട് വീഴ്ത്തിയും ചുഴലിക്കാറ്റാകുന്ന സൈന്യത്തോടും ധൂളിയാകുന്ന കൊടിക്കോറോടെയും കൂടിയ കാറ്റ് വീശി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. കൊടുങ്കാറ്റുണ്ടായി, അത് ദേഹത്തിൽ തട്ടുമ്പോൾ അസഹ്യമായിരുന്നു. ഫുൽക്കാര ശബ്ദങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ടും വമ്പിച്ച മരങ്ങളെ വേരോടെ പുഴയ്ക്ക് വീഴ്ത്തിക്കൊണ്ടും ചുഴലിക്കാറ്റാകുന്ന സൈന്യത്തോടും ധൂളിയാകുന്ന കൊടിക്കൂറയോടും കൂടെ വീശിക്കൊണ്ടിരുന്നു. കവിഭാവനയാണ്. 6 ഉദ്ധസന്ധടിതം ബോധഘടയാ നഷ്ടഭാഗണേ വ്യോംനീ പ്രവിഷ്ടതമസാ നസ്മ വ്യാദൃശ്യതേ പദം. അപ്പോൾ പറഞ്ഞു, ഉച്ചത്തിൽ ഹസിക്കുന്നത് പോലെ മിന്നലുകളുള്ള മേഘങ്ങളുടെ സമൂഹത്താൽ നശിച്ചിരിക്കുന്ന നക്ഷത്ര സമൂഹത്തോടു കൂടിയ ആകാശത്തിൽ വ്യാപിച്ച അന്ധകാരത്തിൽ സ്ഥാനം കാണപ്പെടുന്നില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. അടിക്കടി മിന്നലോടുകൂടി മേഘസമൂഹം ആകാശത്തിൽ വ്യാപിച്ചതുകൊണ്ട് നക്ഷത്രപ്രകാശം ലേശവും ഇല്ലാതെയായി. അതിനാൽ എങ്ങും ഇരുട്ടു നിറഞ്ഞു, യാതൊന്നും കാണാൻ പാടില്ലാതെയായി. 7 ചുക്രോശവിമനാവാർധിരുദുർമി ക്ഷുഭിതോദര സോദപാനശ്ച സ ഉദപാനശ്ച സരിതശ്ചുക്ഷുഭു ശുഷ്കപങ്കജാ. ഇതാണ് ശ്ലോകം. സമുദ്രം ഉദ്ഗതങ്ങളായ തിരമാലകളോടുകൂടിയതും കലങ്ങിമറിഞ്ഞ അന്തർഭാഗത്തോടുകൂടിയതുമായിട്ട് ദുഃഖിച്ച മനസ്സോടുകൂടിയെന്ന പോലെ നിലവിളിച്ച് ശുഷ്കിച്ച താമരപ്പൂക്കളോടുകൂടിയ, താമര വാടിയെന്നർത്ഥം, നദികൾ തടാകാദികളോടുകൂടെ ക്ഷോഭിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. സമുദ്രത്തിൽ നിന്ന് തിരമാലകൾ ഉച്ചത്തിൽ പൊങ്ങി പുറപ്പെട്ടതുകൊണ്ട് അന്തർഭാഗത്തുള്ള മകരമത്സ്യാദി പ്രാണിവർഗങ്ങൾ പരിഭ്രമിച്ച് സഞ്ചരിച്ചതിനാൽ ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ ഒരുവനെന്ന പോലെ നിലവിളിച്ചു. വാടിയ താമരപ്പൂക്കളോടുകൂടി തടാകങ്ങൾ, നദികൾ എന്നിവ കലങ്ങി മറിഞ്ഞു. ആ ഒരു പ്രകൃതിയുള്ള ദോഷങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. 8 മുഹു പരിതയോ അഭൂവൻ സരാഹോ ശശിസൂര്യോ നിർഘാധാരഥ നിർഘാത വിവരേഭ്യ പ്രജജ്ജിരേ. എന്താ അർത്ഥം? രാഹുവോടുകൂടിയ ചന്ദ്രസൂര്യന്മാർക്ക് വീണ്ടും വീണ്ടും പരിവേഷങ്ങൾ ഉണ്ടായി. ഇടിശബ്ദങ്ങളും ഗുഹകളിൽ നിന്ന് തേരിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളും ജനിച്ചു. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്.
സൂര്യനെയും ചന്ദ്രനെയും പലപ്പോഴും രാഹു ഗ്രസിച്ചു. ആ 2 ഗ്രഹങ്ങൾക്കും ചുറ്റും പരിവേഷങ്ങൾ അടിക്കടി കാണപ്പെട്ടു. മേഘമില്ലാതെ തന്നെ ഇടിശബ്ദം കേൾക്കപ്പെട്ടു എന്നാ. മേഘം ഇല്ലാതെ കണ്ടന്നെ ഇടിശബ്ദം. പർവ്വതാദി ഗുഹകളിൽ നിന്നും തേരിൽ നിന്നുണ്ടാകുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ജനിച്ചു, പ്രകൃതി ജനിപ്പിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം പറയണു. അന്തർഗ്രാമേഷു മുഖതോ വമന്ത്യോ വന്യമുൽബണം സൃഗാലോലുകടം കാരേ പ്രണേതുരശിവം ശിവ. അശിവം മംഗളകരമല്ലാത്തതെന്നാ അർത്ഥം പറയാം. അപ്പോൾ പറഞ്ഞു, ഗ്രാമമധ്യങ്ങളിൽ മുഖത്തിൽ നിന്ന് ഭയങ്കരമായ അഗ്നിയെ പുറപ്പെടുവിക്കുന്ന കുറുനരികൾ, കുറുക്കൻ, കൂമൻ ഇവയുടെ കഠോര ശബ്ദത്തോടുകൂടെ അമംഗളകരമാകും വണ്ണം ശബ്ദങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഗ്രാമങ്ങളുടെ മധ്യത്തിൽ കുറുനരികൾ വരികയും അവയുടെ മുഖത്തിൽ നിന്ന് ഭയങ്കരമായ തീപ്പൊരികൾ പറക്കുകയും കൂമൻ, കുറുക്കൻ മുതലായ പ്രാണികൾ അമംഗളസൂചകമായി ശബ്ദിക്കുകയും ചെയ്തു. അപ്പോൾ പക്ഷിവർഗങ്ങൾക്കൊക്കെ മംഗളശബ്ദങ്ങളും അമംഗളശബ്ദങ്ങളും വെവ്വേറെ ശബ്ദിക്കാൻ സാധിക്കും. 10 സംഗീതവദ്രോദനവധുന്നമയ്യ ശിരോധരാം വിമുഞ്ചൻ വിവിധാ വാചോ ഗ്രാമസിംഹാസ്തതസ്തതാം. നായ്ക്കൾ അവിടെവിടെ കഴുത്തിനെ ഉയർത്തിയിട്ട്, പിൻകാലുകൾ ഭൂമിയിൽ വെച്ച് മുൻകാലുകൾ നിവർത്തി കഴുത്ത് ഉയർത്തിയിട്ട് സംഗീതം പോലെയും കരച്ചിൽ പോലെയും ബഹുവിധങ്ങളായ സ്വരങ്ങൾ പുറപ്പെടുവിച്ചു. അപശകുനാണ്. ഗ്രാമങ്ങളിൽ അലയുന്ന നായ്ക്കൾ അവിടെ നിന്ന് തല ഉയർത്തിയും കൊണ്ട് പാട്ടുപാടുകയും കരയുകയും ചെയ്യുന്ന മട്ടിൽ പലവിധം സ്വരങ്ങളെ പുറപ്പെടുവിച്ചു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടാവണതിൻ്റെ മുമ്പേ അത് പക്ഷികളും മൃഗങ്ങളും അറിയും, മനുഷ്യനറിയില്ല. മനുഷ്യന് അതിനെ പറ്റിയിട്ടുള്ള ഇൻസ്ട്രുമെൻസൊക്കെ വേണം, അവർക്കത് വേണ്ട. അതാണ് വ്യത്യാസം. 11 ഖരാശ്ച കർക്കശേഷത്ത ഗുരൈർഗ്നന്ധോധരാതലം ഗർഗാരഭാസാമത്ത പര്യധാവൻ വരൂധശാം. ഹേ വിതുര, കഴുതകളും കഠിനങ്ങളായ കുളമ്പുകൾ കൊണ്ട് ഭൂതലത്തെ അടിക്കുന്നവയായിട്ടും ഘാർഖര ശബ്ദത്തിലുള്ള സംഭ്രമത്താൽ മതിച്ചവയായിട്ടും സംഘമായിട്ട് 4 ഭാഗത്തും ഓടിക്കൊണ്ടിരിക്കണം. ഹേ വിതുര, കഴുതകളും അതികഠിനങ്ങളായ കുളമ്പുകൾ കൊണ്ട് ഭൂമിയിൽ അടിച്ച് അവയുടെ ജാതി സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഗർഗരാശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ അങ്ങുമിങ്ങും പാഞ്ഞു നടന്നു. ഇനി 12ാമത്തെ ശ്ലോകം. ദുരന്തോ രാസഭത്രസ്ഥാനീഢാദുതപതൻ ഗഗാഹ ഘോഷേ അരണ്യേ ച പശവ ശക്യന്മൂത്രമ കുർവതാം ശകൃന്മൂത്രം അകുർവതാം. കഴുതകളുടെ ശബ്ദം നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന പക്ഷികൾ ശബ്ദിക്കുന്നവയായിട്ട് കൂട്ടിൽ നിന്ന് പറന്ന് വ്രജത്തിലും കാട്ടിലും പശുക്കൾ മലവും മൂത്രവും വിസർജിച്ചു. പശുക്കൾക്ക് അങ്ങനെയാണ്, മലമൂത്ര വിസർജനം ഒരേ സമയത്ത് പോയാൽ പരിഭ്രമം കൊണ്ടാണെന്നാണ് പറയാം. അത് കുറേയൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുണ്ട്. ഗാവോ അത്ര അപ്പോൾ പറഞ്ഞു, അതെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ? കഴുതകൾ ശബ്ദിക്കുന്നത് കേട്ട് ഭയപ്പെട്ട് പക്ഷികൾ ശബ്ദിച്ചും കൊണ്ട് കൂട്ടിൽ നിന്ന് മേൽപോട്ട് പറന്നു. ഗോശാലകളിലും കാടുകളിലുമുള്ള പശുക്കൾ ഭയപ്പെട്ട് മലമൂത്രങ്ങളെ വിസർജിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 13ാമത്തെ ശ്ലോകം പറയണു. ഗാവോ അത്ര സന്നസൃഗ്ദോഹാസ്തോയതാ പൂയവർഷിണ വ്യരുതൻ ദേവലിംഗാനി ദ്രുമാപേതുർവിനാനിലം. പശുക്കളെ ഭയപ്പെട്ടു,
രക്തം കറക്കുന്നവയായിരുന്നു, പാലില്ല എന്നർത്ഥം. മേഘങ്ങൾ അമേധ്യം വർഷിക്കുന്നവയായി ഭവിച്ചു. ഈശ്വരബിംബങ്ങൾ കണ്ണീരൊലിപ്പിച്ചു. വൃക്ഷങ്ങൾ കാറ്റില്ലാതെ പതിച്ചു. അതാണ് ദുർദശകളെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം: പശുക്കൾ ഭയം നിമിത്തം ഉള്ളുകലങ്ങി മറിഞ്ഞ രക്തം കറക്കുന്നവയായിരുന്നു. അത് മനുഷ്യൻ്റെയും ഉള്ളം കലങ്ങിയ പിന്നെ മൂത്രമല്ല വിര, രക്തവിര. അപ്പോൾ മേഘങ്ങളിൽ നിന്ന് അമേധ്യങ്ങൾ ഭൂമിയിൽ വീണു. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചു വരുന്ന ദേവബിംബങ്ങളുടെ നേത്രസ്ഥാനങ്ങളിൽ നിന്ന് കണ്ണീരൊഴുകി. കാറ്റില്ലാതെ തന്നെ വൃക്ഷങ്ങൾ വീണു തുടങ്ങി എന്ന് പറഞ്ഞു. 14. ഗ്രഹാൻ പുണ്യതമാനന്യേ ഭഗണാംശ്ചാഭിദീപിതാഃ അതിചേരുർവക്രഗത്യായുയുധുശ്ച പരസ്പരം. ഏറ്റവും ശുഭകരങ്ങളായ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും അതിശോഭയുള്ള അന്യഗ്രഹങ്ങൾ വക്രഗതി കൊണ്ട് അതിചരിച്ചു. ഓവർ സ്പീഡിൽ പോയി അവർ. എന്നിട്ടോ അന്യോന്യം യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ബുധൻ വ്യാഴൻ മുതലായ ശുഭഗ്രഹങ്ങളെയും, അപ്പോൾ ബുധദശയും വ്യാഴദശയും നന്നാവും. ശുഭനക്ഷത്രങ്ങളെയും ശനി ചൊവ്വ മുതലായ അത് ശുഭഗ്രഹങ്ങളുമാണ്. ശുഭനക്ഷത്രങ്ങളെയും ശനി ചൊവ്വ മുതലായ ക്രൂരഗ്രഹങ്ങളും അതിപ്രഭയുള്ള ക്രൂരനക്ഷത്രങ്ങളും വക്രഗതി കൊണ്ട് അതിക്രമിക്കുകയും അന്യോന്യം യുദ്ധം ചെയ്യുകയും ഉണ്ടായി. ഗ്രഹങ്ങൾ തോറും നക്ഷത്രങ്ങളും തമ്മിലും ക്രോധാവസ്ഥയെ പ്രാപിച്ചാൽ അനർത്ഥങ്ങൾ സംഭവിക്കും എന്ന് പറയണു. ഇനി 15ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ദൃഷ്ട്വാന്യാംശ്ച മഹോൽപാദനതത്വവിദ മഹോൽപാദ അനതത്വവിദ പ്രജാഃ ബ്രഹ്മപുത്രാനൃതോ ഭീതാമേനിരേ വിശ്വസംപ്ലവം. അന്യാൻ, അപ്പോൾ പറഞ്ഞു, അന്യങ്ങളായ മഹത്തുക്കളായ ദോഷലക്ഷണങ്ങളെയും കണ്ടിട്ട് അവയുടെ തത്വം അറിയാത്തവരായ പ്രജകൾ ഭയപ്പെട്ടവരായി ബ്രഹ്മാവിൻ്റെ പുത്രന്മാരെ ഒഴിച്ച് ഉള്ളവർ ലോകനാശത്തെ വിചാരിച്ചു. ഇനി ലോകനാശം സംഭവിക്കാം, അതിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. എന്താ? മേൽപ്പറഞ്ഞവയെയും അന്യങ്ങളായ മറ്റു പലവിധ ദോഷങ്ങളെയും കണ്ടപ്പോൾ അതിനുള്ള കാരണം ശരിയായി അറിഞ്ഞിട്ടില്ലാതിരുന്ന ഊഹാപോഹങ്ങളല്ല, ജനങ്ങൾ ലോകനാശം അടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ച് ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മപുത്രന്മാരായ സനകാദി മുനിമാരാകട്ടെ അവരുടെ ശാപം നിമിത്തം ജനിക്കുന്ന അസുരന്മാരുടെ ഘോരഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങളാണെന്ന് അറിഞ്ഞവരായിരിക്കുന്നതിനാൽ അവർക്ക് സംഭ്രമം ഉണ്ടായില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈശ്വരഹിതത്തിന് എതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സംഭ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭ്രമത്തിന് വഴങ്ങാണ്ടിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. പിന്നെ 16ാമത്തെ ശ്ലോകം പറയണു. താവാതി ദൈത്യോ സഹസാ വ്യജ്യമാനാത്മപൗരുഷോ വവൃധാദേ അശ്മസാരേണ കായേന അദ്രിപതീവാം. അതായത് ആദിദൈത്യന്മാരായ ആ രണ്ടുപേര് പെട്ടെന്ന് വ്യഞ്ജിപ്പിക്കുന്ന സ്വന്തം പരാക്രമത്തോടു കൂടിയവരായിട്ട് കല്ലുപോലെ ബലത്തോടു കൂടിയ ശരീരത്തോടുകൂടെ 2 പർവ്വതങ്ങളെന്ന പോലെ പെരുകാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. അപ്രകാരം ഭൂമിയിൽ ജനിച്ച ആദിദൈത്യന്മാരായ ആദ്യത്തെ അസുരകുലജാതന്മാർ, ദൈത്യന്മാരായ ആ 2 പേർ അവർക്ക് പൂർവസിദ്ധമായിരിക്കുന്ന പരാക്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കല്ലുപോലെ സാരമേറിയ ശരീരത്തോടുകൂടി 2 ശ്രേഷ്ഠ പർവ്വതങ്ങളെന്ന പോലെ വളരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇനി 17. ദിവിസ്പൃശോ ഹേമകിരീടകോടിഭിർനിരുദ്ധകാഷ്ടോ സ്ഫുരദംഗദാഭുജോ
ഗാം കമ്പയന്തോ ചരണൈ പദേ പദേ കട്യാ സുഖാസ്യാർക്കമതീത്യതസ്തസ്തു. സ്വർണമയമായ കിരീടത്തിൻ്റെ അഗ്രഭാഗങ്ങളാൽ ആകാശത്തെ സ്പർശിക്കുന്നവരും ദിക്കുകളെ നിരോധിക്കുന്നവരും ശോഭയുള്ള അംഗങ്ങളോടുകൂടിയ കൈകളുള്ളവരും പതേ പതേ പാദന്യാസം തോറും കാലടികൾ കൊണ്ട് ഭൂമിയെ വിറപ്പിക്കുന്നവരുമായ അവരെ ശോഭനമായ അരഞ്ഞാണത്തോടുകൂടിയ കടിപ്രദേശം കൊണ്ട് അർക്കം സൂര്യനെ അതിക്രമിച്ചിട്ട് സ്ഥിതി ചെയ്തു എന്ന്. എല്ലാവർക്കും ഭയ ആശങ്കകൾ ഏൽക്കുന്ന രീതിയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയണത്. എന്താ? ഇവരുടെ ശിരസിൽ ധരിച്ചിരിക്കുന്ന സ്വർണ്ണ കിരീടാഗ്രഭാഗങ്ങൾ ആകാശത്തിൽ സ്പർശിച്ചിരിക്കുന്നു. അത്ര ഉയരണ്ടെന്നർത്ഥം. ദിഗ്വിഭാഗങ്ങളെ തടയുന്ന വിധത്തിൽ അവരുടെ ശരീരം തടിയുള്ളതായിരുന്നു. കൈകളിൽ ധരിച്ചിരിക്കുന്ന വളകൾ അതീവ ശോഭയുള്ളവ. ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി ചലിച്ചു. ശോഭനമായ അരഞ്ഞാൻ ധരിച്ചിട്ടുള്ള അരക്കെട്ടിൽ നിന്ന് പുറപ്പെടുന്ന ശോഭ സൂര്യമണ്ഡല പര്യന്തം വ്യാപിച്ചിരിക്കുന്നതിനാൽ പ്രകാശം കൊണ്ടും ഉയരം കൊണ്ടും ഈ രണ്ട് അസുരന്മാർ സൂര്യനെയും അതിക്രമിച്ചവരായിട്ട് വളർന്നു എന്ന് പറഞ്ഞു. ഇനി 18ാമത്തെ ശ്ലോകം എന്താ? പ്രജാപതിർനാമതയോരകാർഷീത് അദ്യപ്രാക് സ്വദേഹാദ്യമയോരജായത തം വൈ ഹിരണ്യകശിപും വിദു പ്രജാ യം തം ഹിരണ്യാക്ഷമസുതപ്സാഗ്രതാ സ അഗ്രതാം. കശ്യപൻ അവർ രണ്ടുപേരും പേരിട്ടു. ഇരട്ടകളിൽ യാതൊരുവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് ആദ്യം ജനിച്ചുവോ അവനെ തന്നെ ജനങ്ങൾ ജനങ്ങൾ ഹിരണ്യകശിപുവെന്നറിയുന്നു. അവൾ, അതായത് ദിതി, ആദ്യം ആ അസൂത യാതൊരുവനെ പ്രസവിച്ചുവോ ഹിരണ്യാക്ഷം വിദു അവനെ ഹിരണ്യാക്ഷൻ അറിയപ്പെട്ടു. ആദ്യത്തേത് ഹിരണ്യകശിപു, മറ്റത് ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ കണ്ണുള്ളവൻ, ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ കിടക്കുന്നവൻ. അപ്പോൾ കശ്യപ പ്രജാപതി പുത്രന്മാരായ ആ രണ്ടുപേർക്കും പേർ നിശ്ചയിച്ചു. ആ രണ്ടുപേരിൽ സ്വദേഹത്തിൽ നിന്നും ആദ്യം പുറപ്പെട്ടതായ വീര്യത്തിൽ നിന്ന് ജനിച്ചവനും ഒടുവിൽ പിറന്നവനുമായ ജ്യേഷ്ഠന് ഹിരണ്യകശിപുവെന്നും ദിതി ആദ്യം പ്രസവിച്ച പുത്രന് ഹിരണ്യാക്ഷനെന്നും നാമധേയം കൽപ്പിച്ചു, പേരിട്ടു. 19 ചക്രേ ഹിരണ്യകശിപുർദോർഭ്യാം ബ്രഹ്മവരേണ ച വശേ സപാലം ലോകാം സ്ത്രീനകുതോ മൃത്യുരുദ്ധതാം. തൻ്റെ കരബലത്താൽ ആർക്കും കീഴടങ്ങാത്തവനും ബ്രഹ്മാവിൻ്റെ വരത്താൽ ഒന്നിൽ നിന്നും മരണമില്ലാത്തവനുമായ ഹിരണ്യകശിപു ഗർഭിഷ്ഠനായിട്ട് ലോകപാലകന്മാരോടുകൂടിയ 3 ലോകങ്ങളെ വശമാക്കി സ്വന്താക്കി. അന്യാന ഭാവാർത്ഥം: ഹിരണ്യകശിപു തൻ്റെ കയ്യൂക്ക് നിമിത്തം ആരെയും കൂട്ടാക്കാത്തവനും ബ്രഹ്മാവ് നൽകിയ വരബലം നിമിത്തം മറ്റൊരുവനിൽ നിന്നും മരണഭീതിയില്ലാത്തവനുമായിരുന്നതിനാൽ ലോകപാലന്മാരെയും 3 ലോകങ്ങളെയും അവൻ്റെ ആജ്ഞയ്ക്ക് കീഴടക്കി വെച്ചു. 20 ശ്ലോകം. ഇഷ്ടം ജനിപ്പിക്കുന്നവൻ, പ്രേമമുള്ളവൻ, എപ്പോഴും ഗദാപാണി, കയ്യിൽ ഗദ ധരിച്ചവൻ, യുദ്ധേച്ഛയുള്ളവൻ, യുദ്ധം അന്വേഷിച്ച് നടക്കുന്നവൻ. അങ്ങനെയുണ്ടോ? ചിലവർ സ്വർഗത്തെ പ്രാപിച്ചു, സ്വർഗത്തിലെത്തിയവർ. എന്നിട്ടോ ഹിരണ്യകശിപുവിൻ്റെ പ്രിയത്തിന് പാത്രീഭൂതനും അവൻ്റെ ഇഷ്ടമനുസരിച്ചു തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്ന അനുജനുമായ ഹിരണ്യാക്ഷൻ യുദ്ധേച്ഛയുള്ളയായതിനാൽ യുദ്ധം എവിടെ പോയാൽ സിദ്ധിക്കും.
ഏത് ലോകത്തിൽ പോയാൽ തനിക്ക് എതിരാളിയെ ലഭിക്കും എന്നുള്ള ആഗ്രഹത്തോടുകൂടെ സ്വർഗലോകത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 21 22 ശ്ലോകങ്ങൾ ഒപ്പം പോകും. തം വീക്ഷ്യ ദുസ്സഹജവം രണകാഞ്ചനനൂപുരം വൈജയന്ധ്യാസ്രജാജുഷ്ടം അംസന്യസ്തമഹാഗതം മനോവീര്യവരോത്സിക്തമസൃണ്യം അകുതോ ഭയം ഭീതാ നിലില്ലിരേ ദേവാസ്താർഷ്യത്രസ്താ ഇവാഹയാം. എന്താ വാക്കാർത്ഥം? രണ്ടുപേരുടെ രണ്ട് ശ്ലോകത്തിൻ്റെ. സഹിപ്പാൻ സാധിക്കാത്ത വേഗത്തോടു കൂടിയവൻ, ശബ്ദിക്കുന്നതും സ്വർണമയവുമായ കാൽച്ചിലമ്പുള്ളവൻ, വൈജയന്തി എന്നു പേരായ മാലയോടുകൂടിയവൻ, യോജിച്ചവൻ, തോളിൽ വച്ചിരിക്കുന്ന മഹാഗതയോടുകൂടിയവൻ, മനസ്സുകൊണ്ടും വീര്യം കൊണ്ടും വരം കൊണ്ടും ഗർവിതൻ, ഒന്നിൽ നിന്നും ഭയമില്ലാത്തവൻ, തടസ്സമില്ലാത്തവൻ, അസൃണ്യം. അവനെ കണ്ടിട്ട് ഭയപ്പെട്ട ദേവന്മാർ ഗരുഡനെ കണ്ടു ഭയപ്പെട്ട സർപ്പങ്ങളെന്ന പോലെ ഒളിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. കാലിൽ ധരിച്ചിരിക്കുന്ന ആഭരണത്തെ ചലിപ്പിച്ചും ശബ്ദിപ്പിച്ചും അസഹ്യമായ ബലത്തെ പ്രകാശിപ്പിച്ചും വൈജയന്തി എന്നു പേരുള്ള മാലയെ ധരിച്ചും മഹാഗതയെ തോളിൽ വെച്ചും മനഃശക്തി പരാക്രമബലം വരബലം, മനസ്സിൻ്റെ ശക്തി പരാക്രമബലം വരബലം ഇവയാൽ ഗർവിച്ചും ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്തതായ സ്വതന്ത്രതയെ ഉപയോഗിച്ചും ഏതിൽ നിന്നും ജയമില്ലാത്തതായ ഭാവത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് വരുന്ന അവനെ, ഹിരണ്യാക്ഷനെ കണ്ടിട്ടു ഭയപ്പെട്ട് ദേവന്മാർ ഗരുഡനെ കണ്ടു ഭയപ്പെട്ട സർപ്പങ്ങളെന്ന പോലെ നേരിട്ട് വരാതെ ഓരോ ദിക്കിൽ ചെന്ന് ഒളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് വിവക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. നാളെ കാണാം.